ഇബാദുർ റഹ്മാൻ. ഇബാദുർ റഹ്മാന്റെ വിശേഷണങ്ങൾ ശുദ്ധ ഖുർആൻ എണ്ണി പറയുകയാണ് സൂറത്തുൽ ഫുർഖാനിലൂടെ. എന്നിട്ട് അല്ലാഹു തുടരുകയാണ്, വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. അവർ അല്ലാഹുവിന്റെ അടിമകൾ പാതിരാത്രികളിൽ പടച്ച റബ്ബിന്റെ മുന്നിൽ സാഷ്ടാംഗം നമിക്കുന്നവരാണ്. രാത്രികാലങ്ങളിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ ചൂളിപ്പുതച്ചെറുങ്ങുന്ന പുതപ്പുകളെല്ലാം വലിച്ചെറിഞ്ഞ് ഒരു 2 റക്അത്ത് നിസ്കരിക്കാനുള്ള മനോഭാവമുള്ളവരാണ് ഇബാദുർ റഹ്മാൻ. നമ്മൾ അങ്ങനത്തെ ആളുകളായിരുന്നു ഒരു മാസക്കാലം. ശുദ്ധ റമദാനിൽ നമുക്ക് അത്താഴ സമയത്ത് എഴുന്നേൽക്കേണ്ടത് കൊണ്ട് ആ സമയത്ത് ഞാനും നിങ്ങളും എല്ലാവരും ആ പുതപ്പുകളൊക്കെ വലിച്ചൂരിയിട്ട് എറിഞ്ഞ് 2 റക്അത്ത് ആ സമയത്ത് നമ്മൾ എല്ലാവരും wudu എടുത്ത് നിസ്കരിച്ചതിന് ശേഷമായിരുന്നു അന്ന് അത്താഴം കഴിച്ചിരുന്നത് എങ്കിൽ വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. ഇത് നിലനിർത്തുന്നവരാവണം. അപ്പൊ നാം എല്ലാവരും ഇബാദുർ റഹ്മാനായി മാറും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആ ഇബാദുർ റഹ്മാൻ അവരെ കുറിച്ച് ഖുർആൻ വിശാലമായി പറയാണ്. അല്ലാഹുവിന്റെ അടുക്കൽ സ്വർഗ്ഗത്തിലെത്തുന്ന സുഹൃതവാന്മാരായ ആളുകൾ അവരുടെ വിശേഷണം പറഞ്ഞിടത്തും അല്ലാഹു പറയുന്നുണ്ട്, ഖാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. അവർ രാത്രികാലങ്ങളിൽ കുറച്ച് ഉറങ്ങാറുണ്ടായിരുന്നു. രാത്രികാലങ്ങളിൽ അവർക്ക് ഉറക്കം കുറവായിരുന്നു. എന്തിന്റെ പേരിൽ? അല്ലാഹു ആരാധിച്ചതിന്റെ പേരിൽ. റമദാൻ വന്നപ്പോൾ അങ്ങനെ ആയിരുന്നല്ലോ നമ്മൾ. രാത്രികാലങ്ങളിലൊക്കെ ഇവിടെ പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോകാൻ വരെ പലപ്പോഴും 11:30 12 മണിയൊക്കെ ആയിരുന്നു. പിന്നീട് പള്ളിയിലേക്ക് വരുന്നതോ 3-4 ആകുമ്പോഴേക്കും പല ആളുകളും പള്ളിയിലേക്ക് എത്തി. രാത്രി കുറഞ്ഞ സമയം മാത്രമേ അവർ ഉറങ്ങിയിട്ടുള്ളൂ. ഇബാദുർ റഹ്മാനായിരുന്നു നമ്മൾ. ആ ഇബാദുർ റഹ്മാൻ എന്ന വിശേഷണം ജീവിതത്തിലുടനീളം നമുക്ക് കൊണ്ടു നടക്കാൻ കഴിഞ്ഞാൽ നാളെയുടെ ലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. സൂറത്തുൽ ഫുർഖാനിൽ ഈ ഇബാദുർ റഹ്മാനെ കുറിച്ച് വിശാലമായി പറയുന്നുണ്ട്. നമുക്ക് വിശദീകരിക്കാൻ സമയമില്ല. വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമൻ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമ. എന്നിട്ട് പറയാണ് അടുത്ത ഇബാദുർ റഹ്മാനിന്റെ വിശേഷണം, അല്ലാഹുവിന്റെ അടിയാറുകളുടെ വിശേഷണം, പക്വമതികളായ സദ്വൃത്തരായ നല്ലവരായ ആളുകളുടെ വിശേഷണം അല്ലാഹു പറയുകയാണ്. വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമ. അവർ അല്ലാഹുവോട് നരകത്തിൽ നിന്ന് മോചനം തേടുന്നു. നരകത്തിന്റെ പത്തെത്തുമ്പോ നമ്മൾ എത്രമാത്രം നരകത്തെ മോചനം തേടി അല്ലാഹുമ്മ അജിർനാ മിനന്നാർ എന്ന് ദുആ ചെയ്തു. അതുപോലെ അവരുടെ ജീവിതത്തിൽ ഉടനീളം 365 ദിവസവും അല്ലാഹുവോട് അവർ പ്രാർത്ഥിക്കുന്നത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം, പടച്ച റബ്ബേ ആ ജഹന്നമാകുന്ന നരകത്തിൽ ഞങ്ങൾ എത്തുന്നതിൽ ഞങ്ങൾക്ക് കാവൽ നൽകണേ എന്ന ആ ഒരു ബോധം റമദാൻ വരുമ്പോൾ മാത്രമല്ല, റമദാനിന് ശേഷവും ഇബാദുർ റഹ്മാനായ നമ്മുടെ